മഹാനായ മുഹമ്മദ് ബിനുൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു മോനോട് പറഞ്ഞു, യാ ബുനയ്യ, മോനെ, ഇയ്യാക വൽ കസല വദ്ദജർ, മോനെ മടി വരാൻ പാടില്ല, പിന്നെ നിങ്ങൾക്ക് വേവലാതിയും പറയാൻ പാടില്ല. ഫഇന്നഹുമാ മിഫ്താഹു കുല്ലി ശർറിൻ, എല്ലാ തിന്മകളുടെയും താക്കോലാണത്. മടി വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഹക്ക് നിങ്ങൾക്ക് വീട്ടാൻ കഴിയാതെ വരും. മടി വരരുത്. കാരണം പുരുഷൻ വബിമാ അൻഫഖു, സ്ത്രീകൾക്ക് അവർക്ക് ആവശ്യമായത് അവരുടെ താമസം, ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, അവരുടെ സംരക്ഷണം, ഇതൊക്കെ കൊടുക്കേണ്ടത് പുരുഷനാണ്, പുരുഷന്റെ ബാധ്യതയാണ്. അതുകൊണ്ടാണ് ഒരു പെണ്ണും ഇസ്ലാമിക ഗവൺമെന്റിന്റെയോ ഇസ്ലാമിക ശരീഅത്തിന്റെയോ കീഴിൽ ജീവിക്കുമ്പോ ഒരു പെണ്ണിനോടും ജോലിക്ക് പോകാൻ ശറഅ് നിർബന്ധിക്കില്ല. ഗതികെട്ടാലൊഴികെ, ഗത്യന്തരമില്ലാതെ ആലൊഴികെ ഒരു പെണ്ണിനെ അവളെ സംരക്ഷിക്കേണ്ടവരുടെ ഭർത്താവ്, അല്ലെങ്കിൽ തന്റെ വാപ്പ, അല്ലെങ്കിൽ തന്റെ സഹോദരൻ, ഇവരാരുമില്ലാത്ത നേരത്ത് നിർബന്ധിത സാഹചര്യത്തിലല്ലാതെ ഒരു പെണ്ണിന് അള്ളാഹു അനുവദിക്കുന്ന ഇസ്ലാമിക സാഹചര്യങ്ങളിൽപ്പെട്ട ഒരു ജോലിയിലല്ലാതെ ഒരു പെണ്ണിന് പോവാൻ പാടുള്ളതല്ലല്ലോ. ഒരു പെണ്ണിനെ പഠിച്ചു, അവൾക്ക് വിവരമുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, അവളെ നിർബന്ധിച്ച് പറഞ്ഞേക്കാൻ പാടില്ല ഭർത്താവിന്. നീ പോയിക്കോ, നീയല്ലേ MCA പാസ്സായത്, ഞാൻ SLC ഫെയിലാണല്ലോ, നീ പോയിട്ട് ജോലി ചെയ്തു വാ, ഞാൻ വീട്ടിലിരിക്കാം, മക്കളെ നോക്കാം. അല്ല, നിനക്ക് അധ്വാനിക്കാൻ കഴിയുമോ? കൂലിപ്പണിയെടുത്തിട്ടെങ്കിലും നീ അധ്വാനിക്കണമെന്ന് ശറഅ് ഭർത്താവിനോട് പറയുന്നുണ്ട്. ഭാര്യയെ നിർബന്ധിക്കാൻ പാടില്ല. പക്ഷേ അവൾക്ക് ഇസ്ലാമികമായ സാഹചര്യത്തിൽ, ശറഅ് അംഗീകരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അവൾക്ക് ജോലിയുണ്ട്, അവൾക്ക് പോകാം. അവൾക്കിഷ്ടമാണെങ്കിൽ, അവളുടെ ബാധ്യത നിർവഹിക്കാൻ അവൾക്ക് സാധിക്കുമെങ്കിൽ, മക്കളോടുള്ള ബാധ്യതയിൽ വീഴ്ച വരുത്തുകയില്ലെങ്കിൽ അവൾക്ക് പോകാം. ഇത്രയേ ഉള്ളൂ. പുരുഷനോട് അങ്ങനെയാണോ? നീ ജോലി ചെയ്തേ പറ്റൂ, പുരുഷനോട് നീ അധ്വാനിച്ചേ പറ്റൂ, നീ ജോലി ചെയ്തേ പറ്റൂ. അതുകൊണ്ടാണ് പുരുഷന് അനന്തര സ്വത്തിന്റെ പെണ്ണിന് കിട്ടുന്നതിന്റെ ഇരട്ടി പുരുഷനുണ്ട് എന്ന് പറയാൻ കാരണം. വാപ്പ സ്വത്ത് ബാക്കി വെച്ചത് 1.5 ലക്ഷം രൂപയാണെന്ന് വിചാരിക്കുക. ഒരാണും ഒരു പെണ്ണോ ഉള്ളത്. സങ്കൽപ്പിക്കുക, പെണ്ണിന് 50,000 കിട്ടുമ്പോ ഈ പുരുഷൻ എത്ര കിട്ടണം? 1 ലക്ഷം വേണം. 50,000 ഇരട്ടി വേണം. പെണ്ണുങ്ങൾ പറഞ്ഞേക്കരുത്, അതെന്താ അങ്ങനെ? ഞങ്ങളും വാപ്പയും തമ്മിലുള്ള ബന്ധം അങ്ങനെയല്ലല്ലോ, ആണും പെണ്ണും എന്ന് വാപ്പ വേർതിരിച്ച് കണ്ടിട്ടില്ലല്ലോ, പിന്നെ എന്തേ അനന്തര സ്വത്ത് ഇങ്ങനെ? ഇത് അള്ളാഹുവിന്റെ നിയമമാണ് പെണ്ണേ. കാരണം എന്താണെന്നറിയോ? നിന്റെ കയ്യിൽ വാപ്പയുടെ 1.5 ലക്ഷത്തിൽ നിന്ന് 50,000 നിന്റെ കയ്യിലേക്ക് വന്നാൽ ആ 50,000 നിനക്കുള്ളതാണ്, കയ്യിൽ വെച്ചോ. നിന്റെ സഹോദരന്റെ കയ്യിൽ അത് 1 ലക്ഷമായി അല്ലാഹു കൊടുത്തത്, ഈ കൊടുത്തിരിക്കുന്ന പൈസയിൽ നിന്ന് വേണം അവനവന്റെ ഉമ്മയെ, വാപ്പയെ നോക്കാൻ. ഉമ്മ ജീവിച്ചിരിക്കുന്ന ഉമ്മയെ നോക്കണം, സ്വന്തം പെങ്ങളെ നോക്കണം, അവൻ സ്വന്തം മക്കളെ നോക്കണം. കല്യാണം കഴിക്കാത്തവനാണെങ്കിൽ മഹർ കൊടുക്കണം, കല്യാണത്തിന് ചെലവഴിക്കണം. അത് ഇവന്റെ ഈ പൈസയിൽ നിന്ന് പോവണം. നിന്റെ പൈസ നീ സൂക്ഷിച്ചു വെച്ചോ, അത് നിനക്കുള്ളതാണ്, ചെലവഴിക്കണ്ട. നിനക്ക് നിന്റെ ആങ്ങളെ ചെലവഴിക്കാൻ കടപ്പെട്ടവനാണ്. അതുകൊണ്ട് നിന്റെ പൈസക്ക് ചെലവ് വരുന്നില്ല, പുരുഷന് വരുന്ന പൈസക്ക് ചെലവുണ്ട്. അള്ളാഹു നേരെ മറിച്ചാണ് അള്ളാന്റെ തീരുമാനം എന്ന് വിചാരിക്കുക. പകുതിയും മതി എന്ന് പറഞ്ഞാൽ 75,000 പെണ്ണിനും 75,000 പുരുഷന്റെയും കയ്യിൽ കൊടുത്താൽ അവളുടെ 75,000 കയ്യിലുണ്ട്. ഇവന്റെ 75,000 നിന്ന് 25,000 മെഹറിന് പോയി, ഒരു 20,000 കല്യാണ ചെലവിന് പോയി, ഒരു 10,000 കുട്ടിയുടെ സ്കൂളിലേക്ക് ഫീസിന് പോയി, ഒരു 10,000 വാപ്പയുടെ ചെലവിന്. ഇവന് പിന്നെ എന്ത് ബാക്കിയായി? അത് അള്ളാഹു ചെയ്യുന്ന നീതിയാണോ? അല്ല. അതുകൊണ്ട് പുരുഷനോട് നീതി ചെയ്യാനാണ് പെണ്ണിന്റെ ഇരട്ടി നിനക്കുണ്ട് എന്ന് പറയാൻ കാരണം. പെണ്ണിന്റെ സ്വത്ത് അവൾക്കുള്ളതാണ്, ചെലവഴിക്കണ്ട. ആരും അവളോട് ചോദിക്കൂല. പുരുഷന്റേത് അവൻ ചെലവഴിക്കണം, പെണ്ണിന് ചെലവഴിക്കണം, അവന്റെ ഭാര്യയ്ക്ക് ചെലവഴിക്കണം, ബാപ്പാക്ക് ചെലവഴിക്കണം, മക്കൾക്ക് ചെലവഴിക്കണം. ഇതവന്റെ ബാധ്യതയാണ്. അതുകൊണ്ടാണ് അല്ലാഹു പുരുഷന്റേത് പെണ്ണിന്റെ ഓഹരിയേക്കാളും ഇരട്ടിയാണ് എന്ന് പറയാൻ കാരണം. അല്ലാഹു അനീതി കാണിച്ചിട്ടില്ല. പെണ്ണിനെങ്ങനെ തോന്നിപ്പോവരുത്, അല്ലാഹു അനീതിയല്ലേ കാണിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ജോലി ചെയ്യാതിരുന്നാൽ നിങ്ങൾ ചെയ്യേണ്ട ബാധ്യതകൾ നിങ്ങൾക്ക് നിർവഹിക്കാൻ കഴിയാതെ വരും. നിങ്ങൾക്ക് വേവലാതിയും വെപ്രാളവും വന്നു കഴിഞ്ഞാൽ ഹക്കിന്റെ വിഷയത്തിൽ അടിയുറച്ചു നിൽക്കാൻ നിങ്ങൾക്ക് സാധിക്കാതെ വരും. അതുകൊണ്ട് അതും വേണ്ട.
അതുകൊണ്ട് മടി വരരുത്, വേവലാതിയും വരരുത്, നിങ്ങൾക്ക് അശക്തതയും സംഭവിക്കരുത്. ഇത് രണ്ടും എല്ലാ ഷർറുകളുടെയും താക്കോലാണെന്ന് മഹാനായ മുഹമ്മദ് ഇബ്നുൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു സ്വന്തം മോനോട് ഉപദേശിച്ചത് നമ്മുടെ ആലിമ്യങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. വഅദല്ലാഹു അല്ലദീന ആമനൂ മിൻകും വഅമിലുസ് സ്വാലിഹാത്ത് ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർദ് كما استخلف الذين من قبلهم وعد الله അല്ലാഹു നിങ്ങൾക്ക് വാക്ക് തന്നിരിക്കുന്നു, അല്ലാഹു നിങ്ങൾക്ക് കരാർ ഏൽപ്പിച്ചിരിക്കുന്നു, അല്ലാഹു നിങ്ങൾക്കിതാ പ്രോമിസ് ചെയ്യുന്നു. വഅദ അല്ലാഹ് ആരോട്? അല്ലദീന ആമനൂ മിൻകും നിങ്ങളിൽ സത്യവിശ്വാസം കൈകൊണ്ടവർക്കും വഅമിലുസ് സ്വാലിഹാത്തി സൽകർമ്മം ചെയ്തവർക്കും അല്ലാഹു എന്തു ചെയ്യുമെന്നാണ്? ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർളി ഭൂമിയിൽ അല്ലാഹു അവരുടെ കൈകളിൽ അധികാരം കൊടുക്കും. കമസ്തഖ്ലഫല്ലദീന മിൻ ഖബ്ലിഹിം അവരുടെ മുൻഗാമികൾക്ക് അല്ലാഹു ഏൽപ്പിച്ച പോലെ നിങ്ങൾക്കിടെ കയ്യിലേക്ക് അല്ലാഹു ഖിലാഫത്ത് ഏൽപ്പിക്കുക തന്നെ ചെയ്യും. വലയുമക്കിനന്ന ലഹും ദീനഹുമുല്ലദി ഇർതദാ ലഹും അല്ലാഹു അവർക്ക് തൃപ്തിപ്പെട്ടു കൊടുത്ത പരിശുദ്ധമായ ഇസ്ലാം അതനുസരിച്ച് ജീവിക്കാൻ പറ്റുന്ന രീതിയിൽ ഉള്ള ചുറ്റുപാടുകൾ അല്ലാഹു നിങ്ങൾക്ക് തരും. ഇസ്ലാമിന് പ്രയാസകരമല്ലാത്തത്, ഒരു മുസ്ലിമിന് പ്രയാസമില്ലാതെ മുസ്ലിമിന്റെ ശരീഅത്തനുസരിച്ച് ജീവിക്കാൻ പറ്റുന്ന ചുറ്റുപാടുകൾ അല്ലാഹുവിൽ വിശ്വസിച്ചവർക്കും സൽക്കർമ്മം ചെയ്യുന്നവർക്കും അധികാരവും ഇസ്ലാം അനുസരിച്ച് ജീവിക്കാനുള്ള സൗകര്യവും ഞാൻ ചെയ്തു കൊടുക്കും. അല്ലാഹുവിന്റെ കരാറാണ്. അതുമാത്രമോ വലയുബദ്ദിലന്നഹും മിൻ ബഅദി ഖൗഫിഹിം അംനാ പേടിയുണ്ടായതിന്റെ ശേഷം, ഭയപ്പാടോടുകൂടെ ജീവിച്ചതിന്റെ ശേഷം ഇനി അങ്ങോട്ട് പേടിയില്ലാതെ നിർഭയമായി ജീവിക്കാൻ പറ്റുന്ന സാഹചര്യവും നിങ്ങൾക്ക് ഞാൻ തരാമെന്ന് എന്റെ വാക്ക്. അല്ലാഹു സൂറത്തുൻ നൂറിലാണ് പറയുന്നത്, 55-ാമത്തെ ആയത്ത്. എന്താണ് അല്ലാഹുവിന്റെ കണ്ടീഷൻ എന്നറിയുമോ? വഅദല്ലാഹു അല്ലദീന ആമനൂ മിൻകും വഅമിലുസ് സ്വാലിഹാത്ത് ഇസ്ലാമിന് വളക്കൂറുള്ള രീതിയിൽ, ഇസ്ലാമിന് പ്രയാസമില്ലാത്ത രീതിയിൽ മുസ്ലിമീങ്ങൾക്ക് ഇസ്ലാം അനുസരിച്ച് ജീവിക്കാനുള്ള സാഹചര്യം, അധികാരവും മുസ്ലിമിന് വേണമെങ്കിൽ 2 വിഷയങ്ങളാണ് പാലിക്കേണ്ടത്. അല്ലദീന ആമനൂ നിങ്ങളുടെ മനസ്സിനുള്ളിൽ അല്ലാഹുവിനെ സംബന്ധിച്ചുള്ള വിശ്വാസമുണ്ടോ? അല്ലാഹുവിലാണോ വിശ്വാസം? വഅമിലുസ് സ്വാലിഹാത്ത് സൽകർമ്മങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടോ? ഇത് രണ്ടുമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഇതൊക്കെ ഏൽപ്പിച്ചു തരാം. അല്ലാഹുവിന്റെ കരാറാണ്. ഈമാനും സൽക്കർമ്മങ്ങളുമുണ്ടെങ്കിൽ യഅ്ബുദൂനനി ലാ യുശ്രികൂന ബി ശൈആ അവിശ്വാസത്തിലേക്ക് പോവാതെ, ബഹുദൈവ ആരാധനയിലേക്ക് പോവാതെ സ്രഷ്ടാവായ അല്ലാഹുവിനെ, ഏകനായ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്ത് ജീവിക്കുന്ന ഒരു സമൂഹത്തിന് അല്ലാഹു അവർക്ക് ഇവിടെ സാഹചര്യങ്ങൾ കൊടുക്കും, ഇവിടെ പ്രയാസങ്ങൾ വരില്ല. ومن كفر بعد ذلك فأولئك هم الفاسقون അധികാരം കയ്യിൽ കിട്ടിയതിന്റെ ശേഷം അവിശ്വാസത്തിലേക്ക് ആരെങ്കിലും പോവുകയാണെങ്കിൽ, ഈമാൻ കിട്ടിയതിന്റെ ശേഷം അവിശ്വാസത്തിലേക്ക്, കുഫറിലേക്ക് പോവുകയാണെങ്കിൽ ഫഉലൈക ഹുമുൽ ഫാസിഖൂൻ അവർ ഏറ്റവും വലിയ തമ്മാടിത്തമാണ് ചെയ്യുന്നത്. ഞാൻ കരാറ് ചെയ്യുന്നത് ഈമാനുള്ളവർക്കും സത്യവിശ്വാസമുള്ളവർക്കുമാണ്. എന്തൊക്കെയാണ്? അധികാരം ഞാൻ നൽകാം, നിങ്ങളുടെ ദീനനുസരിച്ച് ജീവിക്കാനുള്ള സാഹചര്യം തരാം, നിങ്ങൾക്ക് പേടിയില്ലാതെ കിടന്നുറങ്ങാനുള്ള സാഹചര്യം ഞാൻ തരാം. അല്ലാഹുവിന്റെ കരാർ. മുസ്ലിമാവണമെന്ന് മാത്രം. നഹ്നു ഖൗമുൻ അഅസ്സന അല്ലാഹു ബിൽ ഇസ്ലാം ഫമൻ ഇബ്തഗൽ ഇസ്സത ഫീ ഗൈരിഹി അളല്ലഹു അല്ലാഹ് ഫമൻ ഇബ്തഗൽ ഇസ്സത ഫീ ഗൈരിഹി അളല്ലഹു അല്ലാഹ്. നഹ്നു ഖൗമുൻ അഅസ്സന അല്ലാഹു ബിൽ ഇസ്ലാം നമ്മൾ മുസ്ലിമീങ്ങൾ, നമുക്ക് അല്ലാഹു തആല ഇസ്സത്ത് തന്നത് മുസ്ലിമീങ്ങളായി ജീവിക്കുമ്പോഴാണ്, മുസ്ലിമായപ്പോഴാണ് അല്ലാഹു നമുക്ക് ഇസ്സത്ത് തന്നത്. ഫമൻ ഇബ്തഗൽ ഇസ്സത ഫീ ഗൈരിഹി അദല്ലഹു അല്ലാഹ്. ഇസ്ലാം അല്ലാത്തതിലെങ്ങാനും അഭിമാനം കൊള്ളണമെന്ന് നിങ്ങൾക്ക് ചിന്ത വന്നാൽ, ഇസ്ലാമിന്റെ സംസ്കാരം മാറ്റിവെക്കുന്നിടത്താണ് അഭിമാനമെന്ന് തോന്നിയാൽ, ഇസ്ലാമിന്റെ നിയമങ്ങൾ
കാറ്റിൽ പറത്തിയിട്ടെങ്കിലും നമുക്ക് എന്തെങ്കിലും ചെയ്യണം എന്ന് തോന്നിത്തുടങ്ങിയാൽ, അള്ളാഹുവിന്റെ നിയമം മാറ്റിവെച്ചാലാണ് നമുക്ക് അഭിമാനം കിട്ടൂ എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ, അതല്ലഹുല്ലാഹ്, ആ സമൂഹത്തെ അള്ളാഹു നാണം കെടുത്തുമെന്ന് മഹാനായ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു മുസ്ലിം ഉമ്മത്തിന് എക്കാലത്തേക്കുമുള്ളൊരു താക്കീതാണത്. നമ്മൾ അള്ളാഹു നമ്മെ സംരക്ഷിക്കുന്നത് നമ്മൾ 1 നമ്പർ മുസ്ലിമീങ്ങളാകുമ്പോഴാണ്. അള്ളാഹു നമുക്ക് വാക്കിടുന്ന അധികാരവും സംരക്ഷണവും ദീനനുസരിച്ച് ജീവിക്കാനുള്ള സാഹചര്യവും ഈമാനും സൽക്കർമ്മവും കൂടെ നിൽക്കുമ്പോഴാണ്. അങ്ങനെ അള്ളാഹു ഈ ഉമ്മത്തിന് യശസ്സുള്ള അഭിമാനമുള്ള നിലനിൽപ്പ് എല്ലാ കാലങ്ങളിലും അള്ളാഹു നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സല്ലു അലൻ നബി മുഹമ്മദിൻ വആലി. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഒരുപാട് സ്വലാത്ത് നമ്മുടെ ഹബീബിന്റെ ഹളറത്തിലേക്ക് എത്തും. അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ, അവിടുത്തെ അള്ളാഹു സന്തോഷിപ്പിക്കട്ടെ.